സർ, കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിനും നവോത്ഥാനത്തിനും ചെറുതല്ലാത്ത തൻ്റേതായ ഒരു പങ്ക് വഹിച്ച മഹാനായ മനുഷ്യനാണ് അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജയന്തി കൂടി കടന്നു വരികയാണ്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അയ്യങ്കാളിയുടെ സംഭാവനകളെക്കുറിച്ച് സാറ് ചുരുക്കി ഒന്ന് വിശദമാക്കാം. കേരള ചരിത്രത്തിലെ, പ്രത്യേകിച്ച് നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭാവന ചെയ്തയാളാണ് അയ്യങ്കാളി. കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് ആത്മവിശ്വാസം കൊടുത്ത് അവരെ കൈ പിടിച്ചുയർത്തി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അത്ര അനായാസന ഒരു കാര്യമാണ്. അത് വളരെ ഭംഗിയായി രക്തരഹിതമായ ഒരു നിശബ്ദ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആളാണ് അയ്യങ്കാളി. ഒരു സംഘർഷം ഉണ്ടാകാതെ. അയ്യങ്കാളിയുടെ കാലഘട്ടത്തെക്കുറിച്ച് അത്ര പഴയ കാലമൊന്നുമല്ല. 1863 ജനിച്ച് 1941 അദ്ദേഹം മരിക്കുകയും ചെയ്തു. 78 വർഷ കാലഘട്ടം ജീവിച്ചു അദ്ദേഹം. അന്നത്തെ കാലത്തെ 78 വർഷം എന്ന് പറയുന്ന സ്പാൻ ഓഫ് ലൈഫ് കൂടുതലാണ്. അതെ, ഇന്നും 73 പുരുഷന്മാരുടെ സ്പാൻ ഓഫ് ലൈഫ്. അന്ന് 78 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യത്തിട്ടകാത്തനായിരുന്നു അയ്യങ്കാളി എന്ന് വ്യക്തമാണ്. അപ്പം അയ്യങ്കാളിയെ ഇനിയൊരു സമൂഹം ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിലൂടെയാണ്. 2-3 ജീവചരിത്രം അയ്യങ്കാളിയുടേതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് ചെന്താരശ്ശേരി എഴുതിയ ഒരു ജീവചരിത്രമുണ്ട്. അദ്ദേഹം സാൽവേഷൻ ആർമിയുടെ ഒരാളായിരുന്നു. അപ്പോൾ ആ സാൽവേഷൻ ആർമിയുടെ ആംഗിളിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. 2 എൻ കെ ജോസ് അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുന്ന കത്തോലിക്ക ചരിത്രകാരനാണ്. ഇപ്പൊ ചരിത്രകാരൻ എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാം. കത്തോലിക്ക ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നായർ ചരിത്രകാരൻ, ഈഴവ ചരിത്രകാരനൊക്കെ വേണ്ടേ. അപ്പൊ അദ്ദേഹം ജോസ് അയ്യങ്കാളിയുടെ ആത്മകഥ കണ്ടത് ഹിന്ദു മതത്തില് ബോധപൂർവമായിട്ടൊരു വിഭജനം ഉണ്ടാകത്തക്ക വിധത്തിലാണ് അയ്യങ്കാളിയുടെ ജീവിതത്തെ എൻ കെ ജോസ് നോക്കിക്കാണുന്നത്. അതൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. അത് വേറെ, ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങളെ കുറിച്ചാണ്. കുന്നുകുഴി മണിയും അയ്യങ്കാളിയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. താരതമ്യേന അതൊരു മെച്ചപ്പെട്ട പുസ്തകമാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല. എന്തായാലും ശരി, അയ്യങ്കാളിയെ നാളെ ചരിത്രം അറിയേണ്ട അതിലൂടെയാണ്. അയ്യങ്കാളിയെ വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നിലവിൽ നിന്ന സംവിധാനത്തോട് അദ്ദേഹം കലഹിക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞവരെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം പുലയർ സമുദായത്തിൻ്റെ വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വിഷയമാക്കി മാറ്റാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞു. അതൊരു നിസ്സാര കാര്യമല്ല. അന്നത്തെ ഈ ജാതി വ്യവസ്ഥയിലൊക്കെ അതൊരു വലിയ കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പം അന്ന് പുലയരായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭൂമിയോടൊപ്പം ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ആളുകളായിരുന്നു അന്ന് ഈ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഭൂമി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ കൃഷി ചെയ്തിരുന്ന കർഷക തൊഴിലാളികളെ കൂടെ അങ്ങ് കൈമാറ്റം ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സംവിധാനം. അതൊക്കെ പറയുമ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അമേരിക്കയിലെ നീഗ്രോകളെക്കാൾ ഒരുപാട് ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഇവിടുത്തെ അധസ്ഥിതരായ അടിച്ചമർത്തപ്പെട്ടവർ. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അമേരിക്കൻ നീഗ്രോകൾ, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന നീഗ്രോകൾ കാലിൽ ചങ്ങലയിട്ടുകൊണ്ടാണ് ഓടിപ്പോവാതെ ജോലി ചെയ്യിച്ചിട്ടുള്ളത്. അത്ര ക്രൂരമായിരുന്നു അവിടുത്തെ പീഡനം. അപ്പം എന്തായാലും ശരി, ഈ അയ്യങ്കാളിയുടെ വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ക്രയവിക്രയം ചെയ്യുന്ന ഒരു സാധനം പോലെ തന്നെയായിരുന്നു കർഷക തൊഴിലാളി. അയ്യങ്കാളിയുടെ ജന്മി അദ്ദേഹത്തിൻ്റെ അച്ഛന് അവർക്ക് 5 ഏക്കർ സ്ഥലം കൊടുത്തു. അപ്പോൾ സ്വന്തം കൃഷിസ്ഥലം ഉണ്ടായിരുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു. സ്വന്തം കൃഷിസ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അന്ന് വളരെ വളരെ അപൂർവമാണ്. എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. പക്ഷേ നിരക്ഷരനായ അദ്ദേഹം മനോഹരമായി സംസാരിക്കുമായിരുന്നു. അയ്യങ്കാളി ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്നു. അപ്പോൾ കേരള ചരിത്രം, അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണത്. ആ നവോത്ഥാന കാലഘട്ടം. ശ്രീനാരായണ ഗുരുദേവന്, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തൈക്കാട്ട് അയ്യാവ് സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിരുന്നില്ല. ഇവരെല്ലാം വളരെ പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പുരോഗമനപരമായ ആശയങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് അയ്യങ്കാളി ഉദിച്ചുയർന്നു വരുന്നത്. അപ്പോൾ അവിടെ മറ്റുള്ളവരിൽ നിന്ന് അയ്യങ്കാളിയെ വ്യത്യസ്തനാക്കുന്നത്, മറ്റുള്ളവരൊക്കെ താരതമ്യേന മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ ജീവിച്ചു പോകുന്നവരായിരുന്നു.
പക്ഷെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട വലിയൊരു ജോലിയായിരുന്നു. അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് സുദീർഘമായി നിർവഹിച്ച ആളാണ് അയ്യങ്കാളി. പരിസരവും താൻ ജനിച്ച സമുദായവും അതിൻ്റെ ചരിത്രവും സമാനമായ മറ്റ് സമുദായങ്ങളുടെ ജീവിത സൗകര്യങ്ങളും അവരെക്കുറിച്ചും ഒക്കെ സാർ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സുരക്ഷ ലഭിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ദിവ്യന് സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത കാലഘട്ടത്തിൽ നിന്ന് ആർജിച്ചതാണ് വാസ്തവത്തിൽ. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടം വാസ്തവത്തിൽ ഇങ്ങനെ രക്തരഹിതമായെന്ന് സാറ് എടുത്തു പറഞ്ഞു. അതിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ തൻ്റെ സമുദായക്കാരോട് ഉണരേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തെങ്കിലും ഓർക്കാനുള്ള ചില പ്രത്യേക സംഭവ വികാസങ്ങൾ കൂടി ഒന്ന് പങ്കുവച്ചാൽ. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാളി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് അയ്യൻ. അപ്പൊ അയ്യങ്കാളിയെ അന്നത്തെ ദിവാൻ പി രാജഗോപാലാചാര്യാണ് ദിവാൻ. അപ്പൊ ഈ രാജഗോപാലാചാര്യക്ക് പരിചയപ്പെടുന്നത് പ്രാക്കുളം പത്മനാഭപിള്ള എന്ന് പറഞ്ഞൊരു തഹസിൽദാരാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വെങ്ങാനൂര് വളരെ സമർത്ഥനായ ഒരാളുണ്ട്, അയ്യങ്കാളി എന്നാണ് പേര്, ആ കാളി എന്നാണ് പേര്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണ് അവിടെ പുലയർ സമുദായക്കാരുടെ ഇടയിലുണ്ട്. പൊതുസമൂഹത്തിലൂടെ അദ്ദേഹത്തിന് നല്ല ബഹുമാനം പൊതുസമൂഹവും അംഗീകരിക്കുന്ന ആളാണ്. അന്നത്തെ കാലമാണ് ആലോചിച്ചത്. അപ്പം അദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഈ രാജഗോപാലാചാര്യയെ പറഞ്ഞ് പരിചയപ്പെടുന്നത്. ഇപ്പോഴേ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ഇരുന്ന സ്ഥലമാണ് പത്തിവിലാസം. അവിടെയാണ് രാജഗോപാലാചാര്യ താമസിക്കുന്നത്. അങ്ങനെ പ്രാക്കുളം പത്മനാഭപിള്ളയാണ് കാളിയുമായി ഈ രാജഗോപാലാചാര്യയെ കാണാൻ ചെന്നപ്പോഴേ വാതിക്ക് നിന്ന കാവൽക്കാരൻ പറഞ്ഞു, പ്രാക്കുളം പത്മനാഭപിള്ള വയ്ക്കോട്ടെ, പക്ഷെ അയ്യങ്കാളിയെ കയറ്റിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അദ്ദേഹം പ്രാക്കുളം പത്മനാഭപിള്ള പറഞ്ഞു, ഞങ്ങൾ രണ്ടുകൂടെ വന്ന് ഞങ്ങൾ അവിടെ കയറി കാണുകയും ചെയ്യും എന്ന് പറഞ്ഞു. കയറി കണ്ടു. രാജഗോപാലാചാര്യയുടെ പരാതി പറഞ്ഞു, കാവൽക്കാരൻ ഇങ്ങനെ പെരുമാറി. അദ്ദേഹം വിളിച്ചിട്ട് എന്നാണ്. അപ്പൊ തന്നെ കാവൽക്കാരനെ സസ്പെൻഡ് ചെയ്തെങ്കിലും അയാളുടെ പേര് നടപടി എടുക്കരുത് എന്ന് അയ്യങ്കാളി പറഞ്ഞു. രാജഗോപാലാചാര്യയുടെ നടപടി അയാള് ആ സിസ്റ്റം അനുസരിച്ച് ചെയ്ത ഒരാളാണ്. അയാൾ മോശമായിട്ടല്ല ചെയ്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രാജഗോപാലാചാര്യ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള പല കഥകളുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ ആണ് എനിക്ക് പറയുന്നത്. അങ്ങനെ രാജഗോപാലാചാര്യ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കാളി എന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ പേര് അയ്യൻ എന്നാണ്. അങ്ങനെ അയ്യങ്കാളി എന്നറിയപ്പെടുന്ന അതിന് കുറെ കൂടെ നല്ലതെന്ന് രാജഗോപാലാചാര്യയുടെ സജഷനാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ പല വിഭാഗത്തെ ആളുകളെ പ്രതിനിധീകരിച്ചാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് സംഘടിപ്പിച്ചിരുന്നത്. അന്ന് പുലയർ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ടെന്ന്. കാരണം അവരാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. കാർഷിക മേഖല മുഴുവൻ പുലയർ സമുദായത്തിന്റെ കയ്യിലാണ്. അവർ കൃഷിയില്ലെങ്കിൽ കൃഷിയില്ല. അപ്പം പുലയർ സമുദായത്തിനെ പ്രതിനിധീകരിച്ച ഒരാൾ വേണം എന്ന് പറഞ്ഞ് അന്ന് സുഭാഷിണി പത്രം എന്ന് പറഞ്ഞൊരു ഒരു പത്രമുണ്ട്. സുഭാഷിണി എന്നാണ് പത്രത്തിന്റെ പേര്. ഈ സുഭാഷണ പത്രാധിപര് പി ഗോവിന്ദപിള്ളയാണ് പുലയ സമുദായത്തിന് പ്രതിയായിട്ട് വെച്ചിരുന്നത്. പുലയ സമുദായത്തിൽപ്പെട്ട ആളിനെ അല്ല. നമ്മുടെ ഈ ഇപ്പോഴത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഒരു ചെത്തൊഴിലാളി നേതാവ് KSRTC ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനായിരിക്കും ട്രാൻസ്പോർട്ടിലെ തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ എല്ലാം അപകടം അവർക്കുണ്ട്. അതുകൊണ്ട് തൊഴിലാളി നേതാവിന് ഈ വരിസംഖ്യയൊക്കെ കിട്ടുന്നതുകൊണ്ട് സുഖജീവിതം പറ്റും. പക്ഷേ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കിയാൽ അത് പറയുന്നില്ല, അതല്ലെങ്കിൽ അവരുടെ പ്രശ്നമല്ല. എന്ന് പറഞ്ഞ പോലെ ഈ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഗോവിന്ദപിള്ളയാണ് പുലയ സമുദായത്തിനെ 3 പ്രാവശ്യം അദ്ദേഹം പ്രതികരിച്ചപ്പോഴേ പി ഗോവിന്ദപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിനെ പരിഹസിച്ച് അദ്ദേഹം നിയമസഭയിൽ അന്നത്തെ ശ്രീമൂലം പ്രജാസഭയിൽ ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായി തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൊടുത്ത ഉത്തരവാദിത്വം അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പരിഹസിച്ച ആളുകൾ പി ഗോവിന്ദപിള്ളയ്ക്ക് പുലയൻ ഗോവിന്ദപിള്ള പരിഹസിച്ച് വിളിച്ചു. പക്ഷെ ഗോവിന്ദപിള്ള അതൊരു വലിയൊരു അംഗീകാരമായിട്ട് തന്നെ എടുത്തത്. അദ്ദേഹം പുലയ സമുദായത്തിന് വേണ്ടി സംസാരിക്കാനുള്ള കാര്യം അദ്ദേഹം അവിടെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പ്രാക്കുളം പത്മനാഭപിള്ളയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേണം. എനിക്കത് അറിയില്ലല്ലോ. ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പ്രജാസഭയിൽ പറയുന്നത്. അനുഭവിച്ച ആളുകൾ അത് പറയണം, എങ്കിലല്ലേ ഇതൊരു പൊതു ചർച്ചയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ശുപാർശ അനുസരിച്ച് പി ഗോവിന്ദപിള്ളയുടെ ശുപാർശ അനുസരിച്ച് പ്രാക്കുളം പത്മനാഭപിള്ളയാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞു. രാജഗോപാലാചാരി കണ്ട് പരിചയപ്പെട്ടപ്പോൾ സമർത്ഥനായ ആളാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് വരുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ
എഴുത്തും വായനയും അറിയാത്ത അയ്യങ്കാളി നടത്തിയ പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങളായിരുന്നു. പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങൾ. ഒരാളുടെ വിദ്യാഭ്യാസവും ഒരാളുടെ കഴിവും കാര്യമായ വലിയ ബന്ധമൊന്നുമില്ല. ജന്മന കഴിവുള്ള ആണെങ്കിൽ അതാണ് നേതാവ് ജനിക്കുകയാണ്. നേതാവിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പലരും ഇപ്പോഴും ജനാധിപത്യത്തിൽ ജനാവിനെ വളർത്തിയെടുത്ത് ബ്രോയിലർ ചിക്കലിനെ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ്. പക്ഷെ അങ്ങനല്ല, നേതാവ് ജനിച്ചു വരിക. അപ്പൊ അയ്യങ്കാളി ജന്മന ഒരു ബോൺ ലീഡറാണ്. അതിന്റെ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ സഭയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം ആദ്യം ഫോക്കസ് ചെയ്തൊരു കാര്യം വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസമില്ലാതെ തൻ്റെ സമുദായം വളരില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ വിദ്യാഭ്യാസം വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ള സമൂഹവുമായിട്ട് ചേർന്ന് നിൽക്കണ്ടേ. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അദ്ദേഹം വെങ്ങാനൂര് ഒരു സ്കൂള് സ്ഥാപിക്കുന്നത്. വെങ്ങാനൂര് അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു സത്യമാണ്. പക്ഷേ ആ സ്കൂളിലെ വിദ്യാഭ്യാസം ഉള്ളവർക്കല്ലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആരാ സ്കൂളിൽ പഠിപ്പിച്ചത്? എഴുത്തും വായന അറിയാത്തൊരു സമൂഹത്തില് വരണമെങ്കിൽ എഴുത്തും വായന അറിയാവുന്നതല്ലേ വരണ്ടുള്ളൂ. എഴുത്തും വായന അറിയാവുന്ന അന്നത്തെ ഒരുപാട് ആളുകൾ, വഴുതക്കാടുള്ള എൻ്റെ ഓർമ്മ പരമേശ്വരൻ പിള്ളി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നടന്നുപോയാണ് ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിനെ ചേർത്ത് നിർത്തി. അല്ലെങ്കിൽ സ്കൂളിൽ നടത്താൻ ആൾ കിട്ടില്ല. നിരക്ഷരരായ ഒരു സമൂഹത്തെ പഠിക്കാൻ സാക്ഷരരായ ആളുകൾ വേണം. അപ്പൊ അവരുടെ സഹായം തേടി അവരുടെ സൗമനസ്യത്തോടെ കൊടുക്കുകയും ചെയ്തു. അവിടെയാണ് അയ്യങ്കാളുടെ പ്രസക്തി. ഇത് സമുദായ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു സമുദായത്തിനും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ പലപ്പോഴും ചെയ്യുന്നത് ഈ സമുദായങ്ങൾ അനാവശ്യമായ അവകാശങ്ങൾ ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ അതായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും ഇത് നടക്കും അങ്ങനെയൊന്നും ആരും വിചാരിച്ചാൽ പ്രത്യേകിച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. സമൂഹം വിചാരിക്കുന്നിടത്തേ നടക്കുകയുള്ളൂ. സമൂഹത്തിൻ്റെ അജണ്ടയിലേക്ക് തൻ്റെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിൽ അയ്യങ്കാളി വിജയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതും വളരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ദീർഘവീക്ഷണത്തോടും സഹവർത്തിത്വത്തോടും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പലപ്പോഴും നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ കേരള സമൂഹത്തിന് ഇപ്പോൾ സ്കൂൾ സ്ഥാപിച്ച സ്കൂൾ ഇന്നും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത്. പക്ഷേ ഇന്ന് ഇത്തരം ഈ സമുദായത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കുറച്ചുകൂടിയൊക്കെ വളരെ ഭംഗിയായ ഒരു പൊതുധാരയുമായി ചേർന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ മികച്ച പങ്ക് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കുറച്ച് ഒന്ന് രണ്ട് ഉദാഹരണം കൂടി എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും സാറിന് ഓർമ്മ വരുന്നുണ്ടോ? അല്ല, അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇപ്പം ഈ വെങ്ങാനൂർ സ്കൂളിലെ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചപ്പോഴേ ആ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്കൂൾ സ്ഥാപിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ അദ്ദേഹം സ്ഥാപിച്ച സാധു ജനപരിപാലന സംഘം, അത് ഈ സാധുജന പരിപാലന സംഘം പിന്നീട് കേരള പുലയർ മഹാസഭയൊക്കെ ആയിട്ട് മാറി. അപ്പൊ ഈ സാധുജന പരിപാലന സംഘം അദ്ദേഹം സ്ഥാപിക്കുമ്പോഴേ വളരെ ദീർഘമായ വീക്ഷണത്തോടുകൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ സമുദായത്തിലെ 10 BA-ക്കാരെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് അയ്യങ്കാളി പറയാനുള്ള ഒരു കാരണമാണ്. അയ്യങ്കാളിയുടെ സ്വാധീനം ഇങ്ങനെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് പുലയർ സമുദായത്തിൻ്റെ ഇടയിൽ വളരെ കാര്യമായി വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമം നടത്തി. അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ചത് സാൽവേഷൻ ആർമിയാണ് അതിന് ശ്രമിച്ചത്. അപ്പൊ അയ്യങ്കാളി മതം മാറിയാൽ വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തോടൊപ്പം ക്രൈസ്തവ മതം സ്വീകരിക്കുമെന്നുള്ള അവരുടെ കാൽക്കുലേഷൻ വളരെ കറക്റ്റാണ്. അപ്പൊ പുലയർ സമുദായത്തിൽ തന്നെ ജനിച്ച തോമസ് വാത്യാർ, അദ്ദേഹം സാൽവേഷൻ ആർമിയുടെ ആളായിരുന്നു. അദ്ദേഹമാണ് അയ്യങ്കാളിയെ മതം മാറ്റാൻ ഒരുപാട് ശ്രമിച്ചത്. അദ്ദേഹത്തിന് വലിയൊരു തുകയും ഓഫർ ചെയ്തുകൊണ്ട്. പക്ഷേ അയ്യങ്കാളി ആ മതം മാറ്റത്തിന് തയ്യാറായില്ല. തൻ്റെ മേഖലയിൽ ഉറച്ചു നിന്നുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചു, അയ്യങ്കാളി ഈ സാൽവേഷൻ ആർമിയുടെ ചുമതലയുള്ള സായിപ്പിനെ കണ്ടപ്പോഴേ സായിപ്പ് പറഞ്ഞു വില്ലുവണ്ടിയല്ലല്ലോ ഇപ്പം നടക്കുന്നത്, ഞാനൊരു കാറ് തരാം. അപ്പോൾ അയ്യങ്കാളി പറഞ്ഞ് കാർ എനിക്ക് വേണ്ട, കാരണം ഞാൻ കാർ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ അതിന് പ്രാപ്തരാക്കണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നേതാവിൻ്റെ ദീർഘവീക്ഷണമാണ്. ഞാൻ മതം മാറിയാൽ എൻ്റെ കാര്യം സേഫ് ആവും, പക്ഷേ എൻ്റെ സമുദായത്തിൽപ്പെട്ട മറ്റാളുകളോ. ഇന്നത്തെ പല നേതാക്കന്മാർക്കും വേണ്ടുന്ന ഒരു ക്വാളിറ്റി അത് ഒരു 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 ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ചെയ്ത ഒരു കാര്യമാണത്. നമ്മുടെ കേരള സമൂഹം സാറ് ഒന്നുകൂടി ചില കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് തിരഞ്ഞെടുത്ത്
ആ. നമ്മളോട് പങ്കുവെക്കണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ ഈ അധസ്ഥിതരെന്ന് പറഞ്ഞിരുന്ന അതെ അതെ ഒരു വിഭാഗത്തിന് അതെ മറ്റേതൊക്കെ തരത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേസ് നമുക്കറിയാം. അല്ലാതെ തന്നെ ഇവർക്ക് വളർച്ചയ്ക്ക് പിൽക്കാലത്ത് കൃഷി സ്ഥലങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് മാറിപ്പോയത് കാണാം. പക്ഷെ മറ്റ് ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് ഈ സമുദായം വലിയ തോതിൽ ഒരിക്കലും ഇന്നിപ്പോൾ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് പടർന്നു കഴിഞ്ഞിരിക്കുന്നു, പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷം പിന്നിലല്ല അദ്ദേഹം ജീവിച്ച് കടന്നു പോയത്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്നുകൂടി ഒന്ന് വിശദമാക്കിയാൽ. അപ്പോൾ ഈ പുലയർ മഹാസഭ ശക്തിയാർജിച്ച് വന്നപ്പോൾ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സംഘടന ശക്തി ആർജിച്ചാൽ ആദ്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അപ്പം ക്രൈസ്തവ സഭയുടെ ഒരു ഇന്റർവെൻഷൻ അതിനകത്തുണ്ടായി. കാരണം അദ്ദേഹം മതം മാറാൻ വൈമനസ്യം കാണിച്ചുകൊണ്ട്. പാമ്പാടി ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം പുലയർ സഭയിലെ ഒരു ആളുകളെ മാറ്റിക്കൊണ്ടുപോയി ചേരമർ സഭ ഉണ്ടാക്കി. ഇത് പുലയർ മഹാസഭ വളർത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണത്. പക്ഷെ അതൊന്നും അയ്യങ്കാളിയുടെ ഇച്ഛാശക്തിയെ തളർത്തി. അതിനൊക്കെ അദ്ദേഹം ഫേസ് ചെയ്തു. അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പാമ്പാടി ജോർജ് ജോസഫിനൊന്നും അയ്യങ്കാളിയുടെ അടുത്തെത്താൻ പറ്റിയില്ല. അദ്ദേഹത്തെ പോലെ ഒരു പ്രമുഖനാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ഒരു വലിയ പ്രത്യേകത, കൊല്ലത്ത് അറിയാമല്ലോ പ്രശസ്തമായ അല്ലെ കുപ്രസിദ്ധമായ കല്ലുമാല സമരം. അതൊരു വലിയ വിവേചനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ കല്ലുമാല വലിച്ചെറിഞ്ഞുകൊണ്ട് പുലയ സ്ത്രീകൾ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം, അത് അന്ന് സവർണ കോട്ടകളെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണത്. അത് വലിയൊരു കലാപം, കൊല്ലം പെരിനാട് കലാപത്തിനൊക്കെ വഴിതെളിച്ച ഒരു കാര്യമാണ്. ആ പെരിനാട് കലാപത്തെ അദ്ദേഹം ഫലപ്രദമായി നേരിട്ടത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ കൂടെ നിർത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കൃത്യം ഒരു സമൂഹത്തെ, തൻ്റെ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി താൻ മാത്രമല്ല പോരാടേണ്ടത്, തൻ്റെ സമുദായം അനുഭവിക്കുന്ന അസ്വസ്ഥിതമായ അല്ലെങ്കിൽ ഇന്നത്തെ ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ മറ്റാളുകളുടെയും സഹായം കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാക്കി അതിനെ മാറ്റുന്ന കാര്യത്തിൽ അയ്യങ്കാളി 100% വിജയിച്ചു. അതാണ് പ്രായോഗികതയും. അതാണ് അതേക്കുറിച്ച് മറ്റ് എന്തെങ്കിലും വളരെ വിശദമായ ചില സന്ദേശങ്ങൾ കൂടി അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തന്നെ നൽകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ നേതാക്കളുടെ പഠിക്കാൻ ഒരുപാടുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന്. മറ്റ് ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന മറ്റ് സമുദായങ്ങൾക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമാക്കി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതെ, ഇപ്പോൾ വളരെ രസകരമായൊരു കാര്യം, ഈ അടുത്ത സമയത്ത് വലിയ വിവാദം ഉണ്ടാക്കിയതാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. സദാനന്ദ സ്വാമികളുടെ സ്ഥലമായിരുന്നു. 2000 ഏക്കർ ആശ്രമത്തിനുണ്ടായിരുന്നു. ഇന്നത് ചുരുങ്ങി 100-200 ഏക്കറായിട്ട് മാറി. അതൊക്കെ കുറേ പേരൊക്കെ കയ്യേറിപ്പോയി. കടുത്ത ജാതി വിരുദ്ധത ഉണ്ടായിരുന്ന ആളായിരുന്നു സദാനന്ദ സ്വാമികൾ. ജാതിക്കെതിരെ ഇത്ര ശക്തമായി പോരാടിയിട്ടുള്ള ആള് നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് സദാനന്ദ സ്വാമികളെങ്കിലും അദ്ദേഹം ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് അർഹിക്കുന്ന ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. വളരെ ശക്തമായിട്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരെ യുദ്ധം ചെയ്ത ഒരാളാണ് അദ്ദേഹം. അയ്യങ്കാളിയുമായിട്ട് അടുത്ത സൗഹൃദമായിരുന്നു. അയ്യങ്കാളി വളരെ ബഹുമാനത്തോടാണ് സദാനന്ദ സ്വാമികളെ കണ്ടിരുന്നത്. അദ്ദേഹം യാത്രക്കിടയിലൊക്കെ കൊട്ടാരക്കരയിൽ സദാനന്ദപുരം സ്വാമികളെ കാണും. സ്വാമികള് അയ്യങ്കാളിയോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് പാച്ചലൂരിലെ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു അയ്യങ്കാളിക്ക്. എന്നിട്ട് അവിടെ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മാടനെയും മറുതയും അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, ശിവനെ ആരാധിക്കുന്നതിനൊക്കെ എല്ലാ അവകാശമുണ്ട്. നമുക്കറിയാമല്ലോ, അരിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ്. ശിവൻ ഏറ്റവും പവർഫുൾ ഗോഡാണ് ഹിന്ദു മതവിശ്വാസം അനുസരിച്ച്. നിർഗുണൻ നിരാമയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺസെപ്റ്റിലാണല്ലോ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ആ ശിവലിംഗം വലിയൊരു സന്ദേശം കൊടുക്കുന്ന സംഭവമാണ്. അത് അരുവിപ്പുറത്തെ ആറ്റിലെ മുങ്ങി ലക്ഷണമൊത്ത ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയാണ്. ഈ കല്ല് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഗുരുദേവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നാണ് പറയുന്നത്. അവിടെയാണ് എഴുതി വെച്ച ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയത്. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എല്ലായിടത്തും ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അതുപോലെ തന്നെ അയ്യങ്കാളിയും. അപ്പം ഈ സദാനന്ദ സ്വാമികൾ കൊടുത്ത സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത് KPMSന്റെ കയ്യിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ ഒരു ശിവക്ഷേത്രം അവിടെ സ്ഥാപിച്ചു. അപ്പം അയ്യങ്കാളിയുടെ ഒരു പ്രത്യേകത നമ്മളതിനെ കാണേണ്ടത്, മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോഴേ കണ്ടത് പ്രധാനമായിട്ട് ശ്രീനാരായണ ഗുരുദേവനെയും
അയ്യങ്കാളിയെയാണ്. അപ്പം മഹാത്മാഗാന്ധി ഇവിടെ വന്നപ്പോൾ പോയി കണ്ട് സന്ദർശിക്കേണ്ട വിധത്തിലെ VVIP ഒരാളായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളി. ആലോചിച്ച് നോക്കണം. അന്നിവിടുത്തെ വലിയ പ്രമുഖരായ ജാതി മേധാവികളുണ്ട്, ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, സമുദായ പ്രമാണിമാരുണ്ട്. അവരെയാരും ഗാന്ധിജി കണ്ടില്ലല്ലോ. ഗാന്ധിജി കണ്ടത് ഇവരെ രണ്ടുപേരെയുമാണല്ലോ. അപ്പോൾ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഇപ്പോൾ ഇതിനകത്ത് ജാതിരഹിതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് പിന്നെ ചട്ടമ്പി സ്വാമികൾ. സ്വാമികൾ വേദാധികാര നിരൂപണം തന്നെ ബ്രാഹ്മണിക്കൽ സൂപ്രമസിക്കെതിരെ ഇറങ്ങുന്ന ആദ്യത്തെ ഫൈറ്റാണ്. വേദം നിരൂപിക്കാൻ, വേദം നിരൂപണം ചെയ്യാൻ അല്ലെങ്കിൽ വേദം വായിക്കാൻ ബ്രാഹ്മണന് മാത്രമല്ല അവകാശം. വേദം കേട്ടാലേ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ബ്രാഹ്മണനോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മാത്രമല്ല അവകാശം, വേദത്തിന് സമസ്ത ജനവിഭാഗങ്ങൾക്കും അവകാശമുണ്ട്. അത് വളരെ അക്കാഡമിക് ആയിട്ടാണ് അദ്ദേഹം സമീപിച്ചത്. പിന്നെ അദ്ദേഹം പ്രപഞ്ചത്തെ വളരെ സമഗ്രമായിട്ട് കാണുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സമുദായത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നല്ലോ. അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അവർക്ക് അങ്ങനെ വലിയ വിവേചനങ്ങളോ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അദ്ദേഹത്തിന് എടുക്കാനില്ലായിരുന്നു. അതിനു പകരം അദ്ദേഹം പ്രപഞ്ചത്തെ ഒന്നിച്ചു കണ്ടു. ബ്രാഹ്മണിക്കൽ സൂപ്രമസിക്കെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു. അതേസമയം ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഒക്കെ ആയിട്ട് അടുത്ത സൗഹൃദം പുലർത്തി അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പോയി. അതൊരു അക്കാഡമിക്കായ ഒരു മാർഗം. ഗുരുദേവനെ സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പറഞ്ഞു. അയ്യങ്കാളി എൻ്റെ സമുദായത്തിലെ 10 BA-കാരെയെങ്കിലും കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകള് തങ്കമ്മയുടെ പിന്നെ ഭർത്താവാണ് കേശവ ശാസ്ത്രികൾ. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, തിരുവിതാംകൂർ അസംബ്ലിയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഈ കേശവ ശാസ്ത്രികൾ വലിയ ചരിത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹം പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ അടുത്ത് പോയി സംസ്കൃതം പഠിച്ച ആളാണ്. അന്ന് ആ കേരളത്തിൽ ഉണ്ടായിരുന്നതിൽ വളരെ പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതനായിരുന്നു ഈ കേശവ ശാസ്ത്രികൾ. ശാസ്ത്രീയ ബിരുദമാണ്. അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ താമസിച്ച് പഠിച്ച ആളാണ്. അപ്പം അങ്ങനെ അയ്യങ്കാളിയുടെ പിൻതലമുറക്കാര് PK അനിയൻ അടക്കമുള്ള ആളുകൾ ഒരുപാട് വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ പുലയർ മഹാസഭ, പുലയ സമുദായത്തിന്റെ ചരിത്രം പറയുമ്പോൾ പുലയനാർ കോട്ടയിലെ പുലയ രാജാവ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്വത്വബോധം ഉണ്ടാകുകയും സമൂഹത്തിൽ ചേർന്ന് നിന്ന് സമൂഹത്തെ ചേർത്ത് നിർത്തി ഒന്നിച്ച് സ്വന്തം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനിതര സാധാരണമായ കഴിവ് കാണിച്ച നവോത്ഥാന നായകരിൽ ഒരാളാണ് അയ്യങ്കാളി. അതാണ് അയ്യങ്കാളിയുടെ പ്രസക്തി. അത് അയ്യങ്കാളി ശരിക്ക് KPMSകാർക്ക് മാത്രമല്ല, പുലയർക്ക് മാത്രമല്ല, നായർക്കും ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ മാതൃകയാകേണ്ട ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. സർവ്വ മനുഷ്യർക്കും മാതൃകയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് അയ്യങ്കാളി.